ആയി നിൽക്കുന്നത് കൊണ്ട് ഇന്നത്തെ ദിവസവും നമ്മൾ അത്ഭുതങ്ങൾ കാണും. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ മാത്രം രാമേൻ പറഞ്ഞേ. ആമേൻ. 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 നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയുന്നതാണ്. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് മൈക്കുകൾ എല്ലാവരും മ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. ആരാധന യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ നടുവിൽ നിന്ന് നടക്കുന്നു. കർത്താവ് ഓരോ ദിവസവും ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നു. നമുക്കിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യും. ആമേൻ. 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 പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണോ? അല്ല. സൗണ്ട് ക്ലിയർ അല്ല? ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടി ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. 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 കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിലുണ്ട് എന്ന് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. യേശുക്രിസ്തു ഇന്നും ഇന്നലെയും മാറാത്തവനാണ്. ഇന്നലെ കേട്ട വചനം ആരെങ്കിലും ഓർമ്മയുണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. മനസ്സിലുള്ളവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവനാണ്? മനസ്സിലുള്ളവൻ. നമ്മൾ ഇന്നലെ കേട്ടു കർത്താവിൻ്റെ തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ ചില സ്വഭാവങ്ങളെ നമ്മൾ കേട്ടുകൊണ്ട് വരികയാണ്. കർത്താവിൻ്റെ ചില പ്രത്യേക സ്വഭാവങ്ങൾ, മനുഷ്യനുമായിട്ട് ദൈവത്തെ വ്യത്യസ്തമാക്കുന്ന ചില സ്വഭാവ ഗുണങ്ങളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു അല്ലേ? അതിൽ പല സ്വഭാവങ്ങളുണ്ട്. ഒന്ന് വാക്കുമാറാത്തവൻ, താൻ സത്യം ചെയ്താൽ അത് പാലിക്കുന്നവൻ, താൻ ഒരു വാക്ക് പറഞ്ഞാൽ അതിലേക്ക് എത്തിക്കുന്നവൻ. ഇന്നലെ നമ്മൾ കേട്ടു മനസ്സലിവുള്ള ദൈവം. അതായത് നമ്മൾ ഒരു പ്രശ്നം വന്നാൽ, നമുക്കൊരു വിഷയം വന്നാൽ ആ വിഷയം കാണുമ്പോൾ ആ വിഷയത്തിൻ്റെ അകത്ത് നമ്മളെ പിടിച്ചിടുന്നയാളല്ല, പകരം നമ്മളോട് മനസ്സലിവുള്ള കർത്താവ്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞേ, കർത്താവിന് എന്നോട് മനസ്സലിവുണ്ടെന്ന് പറ. കർത്താവിന് എന്നോട് മനസ്സലിവുണ്ട്. ആമേൻ. നമുക്ക് ഇന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന്, കർത്താവിൻ്റെ കൃപയാൽ നിന്ന് കേൾക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിന് ഞാനൊരു വാക്യം നമുക്ക് എടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, കർത്താവിൻ്റെ സ്വഭാവത്തെപ്പറ്റി നമുക്ക് മനസ്സിലായി. പക്ഷെ കർത്താവിൽ നിന്നും എങ്ങനെയാണ് നമുക്കൊരു അനുഗ്രഹത്തെ വാങ്ങിക്കുവാൻ കഴിയുന്നത്? കർത്താവിൽ നിന്നും എങ്ങനെയാണ് നമുക്കൊരു അത്ഭുതത്തെ സ്വീകരിക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ ഇതുവരെയായിട്ടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും
ഈ ഒരു തുടർച്ചയിൽ കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു വരുന്ന ഈ ഒരു തുടർച്ചയിൽ തന്നെ നമുക്ക് ഈ വചനത്തെ കേൾക്കാം. അതിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പായി എടുക്കാം. പരിചിതമായ വാക്യമാണ്. കർത്താവിൻ്റെ വചനത്തിൽ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ തൻ്റെ അടുക്കൽ വന്ന്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്നൊരു ഉത്തരം പറഞ്ഞു. അവൻ അവൻ്റെ കണ്ണ് തൊട്ട്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ വിശ്വാസം പോലെ എനിക്ക് ഭവിക്കുമെന്ന് പറ. എന്റെ വിശ്വാസം പോലെ എനിക്ക് സംഭവിക്കും. ആമേൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു വചനമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം. അവിടെ യേശു പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് വരും. എൻ്റെ കൂടെ പറഞ്ഞ് ഒന്നും കൂടെ, എൻ്റെ വിശ്വാസം പോലെ എൻ്റെ ജീവിതമായി തീരുമെന്ന് പറഞ്ഞേ. എന്റെ വിശ്വാസം പോലെ എന്റെ ജീവിതം ആയിത്തീരും. എൻ്റെ വിശ്വാസം എന്താണോ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന ഒരു മരുന്ന് നിങ്ങളുടെ കയ്യിലോട്ട് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലാകുന്ന പോലെ പറ. ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന മരുന്ന് നിങ്ങളുടെ വീട്ടിൽ എത്തണമെങ്കിൽ, അത് നമുക്കറിയാം, വാങ്ങണം. അത് എത്തണമെങ്കിൽ അതെന്തോ ഉത്തരം എന്തുവായിരുന്നു? അപ്പൊ എന്ത് വേണം? നമുക്കത് മെഡിക്കൽ സ്റ്റോറിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ആ മരുന്ന് എത്തണമെങ്കിൽ എന്ത് വേണം? ഡോക്ടറുടെ ചീട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഡോക്ടറുടെ ചീട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നത്. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ വെറുതെ പോകും. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നത് ഒരിക്കലും ചീട്ടില്ലാതെ പോകത്തില്ല, വെറുതെ കാണാൻ പോകത്തില്ല. ഒരു ചീട്ട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന മരുന്ന് നിങ്ങളുടെ വീട്ടിൽ വരണമെങ്കിൽ എന്തു വേണം? നമ്മൾ ചോദിക്കണം. ഒരു ഉത്തരം വന്നു, നമ്മൾ കാശ് കൊടുക്കണം, അല്ലേ? അതാ ഉത്തരം. നമ്മൾ കാശ് കൊടുക്കണം. അപ്പൊ കാശ് ഉണ്ടെങ്കിലേ ഉള്ളു. മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന ചീട്ടുണ്ടായിട്ട് കാര്യമില്ല. ഡോക്ടറുടെ ചീട്ട് ഉണ്ടായിട്ട് മരുന്ന് എൻ്റെ വീട്ടിൽ വരത്തില്ല. ആ മരുന്ന് എൻ്റെ വീട്ടിൽ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കാശ് കൊടുത്ത് അത് വാങ്ങണം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ രോഗസൗഖ്യം, യേശുവിലുള്ള രോഗസൗഖ്യം, ആ മരുന്ന്, യേശുവിൻ്റെ വചനമാകുന്ന മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ എന്ത് കൊടുക്കണം? നിങ്ങൾ എന്താണ്? നമുക്ക് മനസ്സിലായി. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് ലഭിക്കണമെങ്കിൽ, കാശ് കൊടുക്കണമെങ്കിൽ, നമുക്ക് യേശുവിലുള്ള സൗഖ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? ശരീരം യേശുവിന് കൊടുക്കണം. ശരീരം യേശുവിന് കൊടുത്താൽ പോരാ. നമ്മളൊരു വിശ്വാസം ഉണ്ടാവണം. ശ്രദ്ധിച്ചോണം. ഒന്നും വേണ്ട. ഉത്തരം വന്നു കഴിഞ്ഞു. വിശ്വാസത്താലാണ് യേശുവിലുള്ള സകല സൗഖ്യത്തെയും നമ്മൾ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. മെഡിക്കൽ സ്റ്റോർ ഞാൻ എടുത്തു പറയാൻ കാരണം, ഒരു രോഗിക്ക് മരുന്ന് ലഭിക്കണമെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി കാശ് കൊടുക്കാതെ മരുന്ന് ലഭിക്കത്തില്ലെങ്കിൽ, യേശുവിൻ്റെ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്താലേ അത് മേടിക്കാൻ പറ്റത്തുള്ളൂ. എന്താണ് വിശ്വാസം? നമ്മൾ ഈ പ്രാർത്ഥന തുടങ്ങിയ കാലം മുതൽ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് വിശ്വാസം. ഒത്തിരി തവണ നമ്മൾ കേട്ടു വിശ്വാസം. എന്നാൽ ഇവിടെ ഇന്ന് ഈ ഒരു വചനം ഞാൻ ഇന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. യേശു പറഞ്ഞ വചനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് യേശു പറഞ്ഞേക്ക്. 2 കാഴ്ചയില്ലാത്ത മനുഷ്യരോട് യേശു പറയുകയാണ്. യേശു അവരോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് കാഴ്ചയില്ലാത്തവർ യേശുവിനെ തേടി അവിടെ വന്നു. അവിടെ യേശു ചോദിക്കുന്ന ഒരു വാക്കാണ്, ഡു യു ബിലീവ് ദാറ്റ് ഐ ആം ഏബിൾ ടു ഡു ദിസ്? യേശു ചോദിക്കുകയാണ്, ഡു യു ബിലീവ്? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളെ ശ്രദ്ധിച്ചോണം. വിശ്വാസം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ബ്രദറെ, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു എന്താ പറയുന്ന ഒരു ടെൻഷൻ. എനിക്ക് കർത്താവ് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷൻ. വിശ്വാസം ഉണ്ട്, പക്ഷെ ഒരു ടെൻഷൻ. ശ്രദ്ധിച്ചോണം. വിശ്വാസം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വലിയ വിലപിടിപ്പുള്ള ഒന്നല്ല. പകരം യേശു ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ അവിടെ ഉത്തരവുണ്ട്. വിശ്വാസം എന്നത് യേശു ചോദിക്കുകയാണ്, ഡു യു ബിലീവ്? ഈ ചോദ്യം ശ്രദ്ധിച്ചോണം. നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
അപ്പോൾ ഒരു ചോദ്യം, എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ഉത്തരം പറയുകയാണ്, ഐ ആം ഏബിൾ ടു ഡു ദിസ്, ഞാൻ ഇത് ചെയ്ത് തരുവാൻ എനിക്ക് കഴിവുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതായത് യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, യേശുവിന് ആ കഴിവുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ചോദിക്കുന്നത് ആരോടാണ്? നിങ്ങൾ ഓർത്തോണം, ആരോടാ ഇത് യേശു ചോദിക്കുന്നത്? ഈ വചനപ്രകാരം ആരോടാ യേശു ചോദിക്കുന്നത്? കുരുടന്മാരോട്. നമ്മൾ ഓരോരുത്തരും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ, എനിക്കിപ്പോൾ അത് കാണിക്കാൻ പറ്റത്തില്ല, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വചനം എടുത്ത് ഒന്ന് ഇപ്പോൾ സെൻഡ് ചെയ്യാൻ പറ്റുന്നവർ ആ സൂമിലോട്ട് ഒന്ന് സെൻഡ് ചെയ്തോണം. 9-ന്റെ 28, അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ എവരിവൺ എന്നുള്ളത് സെൻഡ് ചെയ്താൽ മതി. 28. ഇപ്പം ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, യേശുവിൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഒരു ചോദ്യം, ഈ കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലായി യേശു സൗഖ്യമാക്കുന്ന ആളാണെന്നും യേശുവിൻ്റെ അടുക്കൽ വന്നാൽ സൗഖ്യം കിട്ടുമെന്നും? ഈ കാഴ്ചയില്ലാത്ത, ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു അത്ഭുതം കാണാൻ പറ്റും അല്ലേ? യേശു ചെയ്ത ഒരു അത്ഭുതം. ഇപ്പം നിങ്ങൾ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഒരാൾക്കാർ, ശമരിയയിലോ യെരുശലേമിലോ യഹൂദിയയിലോ ഉള്ള ആൾക്കാരാണെങ്കിൽ, ഒരു മുടന്തനായ മനുഷ്യനെ യേശു തൊടുന്നു, ആ മുടന്ത് നേരെയാകുന്നു. അപ്പോൾ ഒരു ഊമനെ യേശു തൊടുന്നു, അവൻ്റെ ഊമ സംസാരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ കാഴ്ചയില്ലാത്തവർക്ക് എങ്ങനെ മനസ്സിലായി യേശു അത്ഭുതം ചെയ്യുമെന്ന്? ഒറ്റ വാക്കി പറയാൻ പറ്റുമോ? കേട്ടിട്ടുണ്ടാകുമെന്നല്ല, കേട്ടിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം ഇവർക്ക് കാണാൻ പറ്റുമോ? ഇവർക്ക് യേശു അത്ഭുതം ചെയ്യുന്നത് കാണാൻ പറ്റുമോ? ഇല്ല. ഇവർക്ക് മരിച്ചുപോയ ലാസർ ഉയർത്തെഴുന്നേൽക്കുന്നത് കാണാൻ പറ്റുമോ? ഇല്ല. ഇവർക്ക് ആകെക്കൂടി കാണാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ കാര്യമേ കാണാൻ പറ്റത്തുള്ളൂ, ഇവർക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഒന്നുമില്ല. അത് തന്നെ ഞാൻ പറഞ്ഞത്, ഇവർക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇവർക്ക് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, അതിലെ തുള്ളിച്ചാടിപ്പോകുന്ന മുടന്തൻ പറയുന്നു, യേശു എന്നെ തൊട്ടു. മരിച്ചുപോയ ലാസർ ചന്ത ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, യേശു എന്നെ ഉയർപ്പിച്ചു. അപ്പൊ ഇതെല്ലാം കേട്ട് 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 ഇവരുടെ അകത്ത് ഒരു വിശ്വാസമുണ്ടായി. ഇതുമായിട്ട് ഇവർ വെച്ചു പിടിപ്പിച്ചു യേശു ഉള്ളോടത്ത്. യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. നിങ്ങളൊന്ന് ഒന്ന് നോക്കണം. ഞാനിപ്പോൾ കണ്ണടച്ച് പിടിച്ചേക്കുക. നിങ്ങളൊന്ന് കണ്ണടച്ച് പിടിച്ച്, യേശുവിനെ കാണാൻ പറ്റുന്നില്ല, യേശു എങ്ങനെയുള്ള ആളാണെന്ന് അറിയത്തില്ല, യേശു സുന്ദരനാണോ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള വ്യക്തിയാണോ, യേശുവിന് എത്ര പ്രായമുണ്ടോ, ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവർക്ക് കണ്ണ് മൊത്തവും ഇരുട്ടാ. പക്ഷെ ഇവർക്ക് കേൾക്കാൻ പറ്റി, യേശു അത്ഭുതം ചെയ്യും. ഈ കേൾവിയാണ് ഇവരുടെ ബലം. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ കേൾവിയാണ് ബലം. ഈ കേൾവിയുമായിട്ട് യേശുവിൻ്റെ അടുക്ക വന്നിട്ട് നിൽക്കുമ്പം യേശു തിരിച്ചു ചോദിക്കുകയാണ്, ഡു യു ബിലീവ്? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പൊ കണ്ടു നിൽക്കുന്ന ആൾക്കാർ പറയും, കർത്താവേ, ഞങ്ങൾ യേശു അത്ഭുതം ചെയ്യുന്നത് കണ്ടു, യേശു മുടന്തനെ തുള്ളിക്കുന്നത് കണ്ടു, ചെകടിനെ കേൾവി കൊടുക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ ഇവര് പറയാം, കർത്താവേ, ഞങ്ങൾ ഒന്നും കണ്ടില്ല, പക്ഷെ കേട്ടു. ശ്രദ്ധിച്ചോണം, കേട്ടു. എപ്പോഴും നിങ്ങൾ പരിശോധിക്കണം, നമ്മൾ ഒരു വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നമ്മൾ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ, നമ്മളത് വിശ്വാസത്തോടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ നമ്മളത് പ്രാർത്ഥിക്കുമ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു സംശയം വന്ന ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും സംശയം വന്നിട്ടുണ്ടോ? യേശു അത് ചെയ്യുമോ എന്നൊരു സംശയം വന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആ വചനം ഉണ്ട്. സംശയം വന്നെങ്കിൽ ശ്രദ്ധിച്ചോണം. സംശയം വരുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം വരുന്നത് എവിടുന്നാന്ന് ആർക്കെങ്കിലും അറിയാവോ? റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ. അങ്ങനെയെങ്കിൽ ആ വിശ്വാസം വരുന്നത് എവിടെയാ? എങ്ങനെയാ? കേൾവി കുറഞ്ഞാൽ അവിശ്വാസം ഉണ്ടാവും. അല്ല, വിശ്വാസം വരുന്നത് ദൈവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാ വചനം പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ വരുമെങ്കിൽ ആ വിശ്വാസം എങ്ങനെ വരും? നിങ്ങൾ പറ. അവിശ്വാസവും വരുമല്ലോ. അല്ല, അവിശ്വാസവും വരുന്നത് കേൾവിയാലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസം വരുന്നത് കേൾവിയാലാണെങ്കിലും അവിശ്വാസം വരുന്നതും കേൾവിയാലാണ്. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസം നിങ്ങൾക്ക് തരുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ വചനം കേൾപ്പിക്കുന്നതാണെങ്കിൽ, അവിശ്വാസം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് പിശാച് നമ്മളോട് വന്ന് പറയും. പിശാച് പലതും നമ്മളോട് പറയും, അത് ശരിയാകത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. എനിക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ചെയ്ത് കർത്താവേ, എനിക്കൊരത്ഭുതം കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, എനിക്കത് കിട്ടുമോ?
എന്നൊരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴേലും വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ച്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഉണ്ട് ഉണ്ട്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോണം. അങ്ങനെയെങ്കിൽ അവിശ്വാസത്തിന്റെ ക്ലാസ് നിങ്ങളെ കേൾപ്പിക്കുവാൻ പിശാച് റെഡിയായിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം. വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണെങ്കിൽ അവിശ്വാസം ഉണ്ടാകുന്നതും കേൾവിയാലാണ്. ഇവിടെ യേശുവിനെ പറ്റി രണ്ട് കാഴ്ചയില്ലാത്ത വ്യക്തികൾ കേട്ടു. ഇവർ യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ യേശുവിന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഡു യു ബിലീവ് ഐ ആം ഏബിൾ ടു ഡു ദിസ്? ഉടനെ അവരിങ്ങനെ കുറച്ചു നേരം കർത്താവെ, എനിക്ക് യേശു അത്ഭുതം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നാണ് അവിടെ കൊടുത്തേക്കുന്ന ഉത്തരം. ആ വചനം എടുത്തു വെച്ച് വരുന്ന സെൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും സെൻഡ് ചെയ്തോണം വാക്യം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 28-29 വാക്യമാണ്. ഇന്നത് മുഴുവൻ നമുക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ നമ്മൾ തുറമാനമായിട്ട് കേൾക്കും. അവിടെ ഇങ്ങനെയാണ് മറുപടി. They said to him, yes Lord. എനിക്ക് ആ വാക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഈ കാഴ്ചയില്ലാത്ത ആരെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലുണ്ടോ? കാഴ്ചയില്ലാത്ത, അതായത് ഒട്ടും കണ്ണ് കാണാത്ത ആരെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിൽ കണ്ണ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? അത്രയും ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഉണ്ടോ? ഒട്ടും കാഴ്ചയില്ലാത്ത ആരും ഉണ്ടോ? ഇല്ല, നിങ്ങൾക്ക് അത് പറയാൻ പോലും പേടിയായിരിക്കും. ഇല്ല. കണ്ണാടി വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലേ? കണ്ണാടി വെക്കുന്നുണ്ട്. കണ്ണിൽ മരുന്ന് ഒഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കണ്ണിൽ മരുന്ന് ഉണ്ട്. ഇനി കേട്ടോണം. അപ്പം നിങ്ങൾക്ക് കണ്ണാടി വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. കണ്ണിന് കുറച്ചൊരു മങ്ങൽ വന്നപ്പോൾ നമ്മൾ കണ്ണാടി വെച്ചു, നമ്മൾ കണ്ണിൽ മരുന്ന് ഒഴിച്ചു. ഇവരുടെ അവസ്ഥ അതിലും കഷ്ടമാണ്. രണ്ട് കണ്ണും കാണാൻ മേല. അവരോട് യേശു ചോദിക്കുകയാണ്, ഡു യു ബിലീവ്? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്തിനാ കർത്താവേ? അവരോട് എന്ത് കഷ്ടമാണ്, അവരോട് ആ ചോദ്യം ചോദിക്കുന്നത് എന്ത് കഷ്ടമാണ്. യേശു പറയും, ഇത് ഒരു കഷ്ടവുമില്ല. ആദ്യം ഒരു വിശ്വാസി പരിശോധിക്കണം. നിങ്ങളുടെ വിശ്വാസത്തെ എപ്പോഴും പരിശോധിക്കണം. കാര്യം, ശിഷ്യന്മാര് പോകുന്ന വഴിയിൽ പടകിളകി. യേശു പടകിലുണ്ടായിരുന്നു. വലിയ കാറ്റും കോളും ഉണ്ടായി. പെട്ടെന്ന് ശിഷ്യന്മാർ പറഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ യേശു ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യമാണ്, വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ? ഒരു പ്രതിസന്ധി വരുമ്പോൾ യേശു ചോദിക്കുക, സഹോദരങ്ങളെ, വേർ ഈസ് യുവർ ഫെയ്ത്ത്? വലിയ കഠിനമായൊരു ചോദ്യമാണ്. അതുകൊണ്ട് വിശ്വാസത്തെ എപ്പോഴും നമ്മൾ നന്നായിട്ട് മിനുക്കി വെക്കേണ്ട ഒന്നാണ്. ഈ കാഴ്ചയില്ലാത്തതോട് യേശു ചോദിക്കുകയാണ്. കർത്താവിന് അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവൻ സൗഖ്യമായിട്ടേ പോകത്തുള്ളൂ. എന്നിട്ടും കർത്താവ് ചോദിക്കുക, നമ്മളെ പഠിപ്പിക്കുകയാണ്. കേട്ടിട്ട് അവർ വന്നിരിക്കുന്നത്. അവരോട് യേശു ചോദിക്കുകയാണ്, ഡു യു ബിലീവ്? അവരുടെ മറുപടി ഇതാണ്, യെസ് ലോർഡ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, അങ്ങനെ തന്നെ എന്ന് പറ. അങ്ങനെ തന്നെ എന്ന് പറ. അങ്ങനെ തന്നെ. ആമേൻ. അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. ഇനി യേശുവിന്റെ മറുപടി 29-ാം വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. 29-ാം വാക്യത്തിൽ, അവൻ അവരുടെ കണ്ണു തൊട്ട്, നിങ്ങളുടെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത് ലെറ്റ് ഇറ്റ് ബി ടു യു. അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം പോലെ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശു അവരെ തൊട്ടു. യേശു തൊട്ടിട്ട് യേശു എന്നാ പറഞ്ഞത്? യേശു തൊട്ടിട്ട് എന്നാ പറഞ്ഞത്? നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അപ്പൊ യേശു എന്നെ തൊടണമെങ്കിൽ എനിക്ക് എന്ത് വേണം? വിശ്വാസം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വിശ്വാസം. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത്, ബ്രദറെ, വിശ്വാസം എന്ന് പറയുന്നത് ഇത്രയും കട്ടിയായിട്ടുള്ള ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. വിശ്വാസം എന്നുള്ളത് കട്ടിയായിട്ടുള്ള കാര്യമല്ല. പകരം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതാണ് വിശ്വാസം. ഇനി പരിശുദ്ധാത്മാവ് നമുക്ക് വിശ്വാസം തരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവത്തിൽ നമ്മൾ ഉറപ്പുള്ളവരാക്കുന്നതാണ് ദൈവം തരുന്ന വിശ്വാസം. അതായത് ഏത് പ്രതിസന്ധി വന്നാലും കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ഈ ഉറപ്പ് തരുന്നതാണ് പരിശുദ്ധാത്മാവ് തരുന്ന വിശ്വാസം. പക്ഷേ പെട്ടെന്ന് നമുക്കൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒന്ന് പതറിപ്പോയി, വിശ്വാസത്തിൽ ഒരു പതറിച്ച ഉണ്ടായി. നമ്മൾ വിശ്വാസത്തിൽ പതറിച്ച ഉണ്ടായപ്പം നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരും. കർത്താവേ, ഈ അത്ഭുതം നടക്കുമോ? എനിക്ക് സംശയങ്ങൾ അകത്ത് കയറാൻ തുടങ്ങി. സംശയങ്ങൾ അകത്ത് കയറുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് അത്ഭുതം നടക്കൂലെന്നുള്ള കാര്യമല്ല, നമ്മൾ ആദ്യം കർത്താവേ എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കണം.
എന്താ വിശ്വാസത്തെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞ് ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്ത് തരും എന്നുള്ള ഉറപ്പാണ് അവിടെ കുറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കഴിവല്ല അവിടെ പൊങ്ങി നിൽക്കേണ്ടത്. ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങ് തളർന്നു പോകുക. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? എൻ്റെ മനസ്സിലേക്ക് മിനിറ്റുകൾക്കകത്ത് അവിശ്വാസത്തിന്റെ ക്ലാസ് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ ക്ലാസ് എൻ്റെ അകത്തോട്ട് കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാവോ? യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യം ഞാൻ വായിക്കാം. യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യം ശ്രദ്ധിച്ചോണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വാക്യജാലങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യങ്ങളാണ്. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന കടൽ തിരക്ക് സമൻ. എന്താണ് ഈ കടൽ തിരയുടെ പ്രത്യേകത? ആർക്കറിയാം? ഈ വചനത്തിൽ ഇത് പറയാൻ കാരണം എന്തുവാ? കാറ്റടിച്ച് ഉലയുന്ന ഒരു തിരമാലയ്ക്ക് സമമാണ് സംശയിക്കുന്നവൻ എന്നത് പറയാൻ കാര്യം എന്തുവാ? തിരമാലയ്ക്ക് എന്താ? നമ്മൾ കാണുമ്പോൾ തിരമാല എന്ത് രസമാണ് കാണാൻ. പക്ഷെ അവിശ്വാസവുമായിട്ട് തിരമാലയെ, സംശയവുമായിട്ട് തിരമാലയെ കണക്ട് ചെയ്യാൻ കാരണം എന്തായിരിക്കും? വന്നും പോയി നിൽക്കുന്നതുകൊണ്ട്. അത് തന്നെ. തിരമാല സ്ഥിരമല്ല. നിങ്ങളിപ്പോൾ ഒരു കുളത്തിലെ വെള്ളം എടുത്ത് നോക്കിയാൽ ആ കുളത്തിലെ വെള്ളത്തിന് പ്രത്യേകതയുണ്ട്. നമുക്ക് കണ്ണാടി പോലെ നമ്മുടെ മുഖം കാണാൻ പറ്റും അല്ലേ? നമ്മളത് കൈ ഇടുവോ അല്ലെങ്കിൽ എന്തേലും ഒന്ന് വീണാൽ മാത്രമേ ഉള്ളൂ ഇളക്കം തട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കണ്ണാടി പോലെ നമ്മുടെ മുഖം നമുക്ക് ആ കുളത്തിൽ കാണാൻ പറ്റും, വെള്ളത്തിൽ കാണാൻ പറ്റും. ആമേൻ. പക്ഷെ ഒരു തിരമാലയെ നോക്കിയാൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയത്തില്ല. അതിന്റെ കാരണം അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും, സ്ഥിരമല്ല, അസ്ഥിരമായിട്ട് നിൽക്കും. അപ്പൊ സംശയം നമ്മുടെ അകത്ത് കയറിയാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തിരമാല പോലെയാണ്. നമുക്ക് ദൈവം പ്രവർത്തിക്കുമെന്ന് വെച്ചാൽ പറയും, ബ്രദറെ എനിക്ക് കർത്താവ് ചെയ്യുമെന്ന് അറിയാം, പക്ഷെ എങ്കിലും അവിടെ പോയി നമ്മുടെ വിശ്വാസം. ആ ഒരു വാക്ക് നമ്മുടെ വായിന്ന് വരുന്നത് തന്നെ നമ്മുടെ അകത്ത് വിശ്വാസത്തെ ഓവർടേക്ക് ചെയ്ത് സംശയം കയറിയിരിക്കുന്നു. എന്നാലും ബ്രദറെ, എന്നാലും ഒരു ഭാരം, എന്നാലും ഒരു ഭാരം. അപ്പൊ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് അത്ഭുതം നടക്കാൻ വേണ്ടിയല്ല, കർത്താവേ എൻ്റെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കണം. അതായത് കാഴ്ചയില്ലാത്ത, കണ്ണ് കാണാത്ത ഈ മനുഷ്യനോട് യേശു ചോദിക്കുക. ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല, അവര് ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് കണ്ണാടി വെച്ചാലെങ്കിലും എന്തേലും കാണാം, കണ്ണി മരുന്ന് ഒഴിച്ചാൽ എന്തേലും കാണാം. ഇതുവരെ ജീവിതത്തിൽ ഒന്നും കാണാത്തതോടെ യേശു ചോദിക്കുക, ഡു യു ബിലീവ്? നിന്റെ കണ്ണ് തുറക്കുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതുവരായിട്ടും യേശുവിനെ നേരി കാണാത്ത ആൾക്കാർ അവർ ഉടനെ പറയുക, കർത്താവേ യേസ് ലോർഡ് എന്ന് പറയുക. ഹേസ് ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് കണ്ണടച്ച് കുറച്ചു നേരം നിന്ന്, നിങ്ങൾക്ക് ഒന്നും കാണാമെന്നില്ല. ഇതുവരായിട്ടും ജീവിതത്തിൽ ഒന്നും കാണാത്ത ആൾക്കാർ, ഞാനിപ്പോൾ കണ്ണടച്ച് നിൽക്കുക, നിങ്ങളൊന്ന് കണ്ണടച്ച്, ഒന്നും കാണാൻ പറ്റുന്ന മുഴുവൻ ബ്ലാങ്കാ. ഭൂമി എങ്ങനെ ഇരിക്കുമെന്നോ, യേശു എങ്ങനെ ഇരിക്കുമെന്നോ, മനുഷ്യൻ എങ്ങനെ ഇരിക്കുമെന്നോ, ഈ പ്രപഞ്ചം എങ്ങനെയാണെന്നോ ഒന്നും അറിയാത്ത ആൾക്കാർ അവരോട് യേശു ചോദിക്കുക, ഇന്ന് നിന്റെ കണ്ണ് ഞാൻ തുറന്ന് ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും കാണിക്കുവാൻ ഞാൻ മതിയായവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ ചാടി പറഞ്ഞു യേസ് ലോർഡ് എന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ മറുപടി, അക്കോർഡിംഗ് യുവർ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് അവിടെ ഉണ്ടായി വരും. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ വിശ്വാസം പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എൻ്റെ കൂടെ ആമേൻ പറഞ്ഞ്, എൻ്റെ വിശ്വാസം പോലെ എനിക്ക് സംഭവിക്കും. വിശ്വാസം പോലെ എനിക്ക് സംഭവിക്കും. സംശയം വരുമ്പോൾ അപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ എനിക്ക് ആമേൻ. അപ്പൊ നിങ്ങൾ പറയും, ബ്രദറെ ഈ സംശയങ്ങൾ വരുമ്പം എന്ത് ചെയ്യും? സംശയം വരുമ്പോൾ എന്ത് ചെയ്യും? സംശയം വരുമ്പോൾ സെൻസ് ചെയ്തോണം. ഒന്നുകൂടെ ഞാൻ പറയാം, സംശയം വരുമ്പോൾ ഓർത്തോണം, വിശ്വാസം കൊടുത്തു മാത്രമേ നമുക്ക് യേശു ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള അനുഗ്രഹത്തെ മേടിക്കാൻ. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന മരുന്ന് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് എത്ര സർക്കസ് കാണിച്ചാലും മരുന്ന് കടക്കാരൻ തരുമോ? നിങ്ങൾ അവിടെ പോയിട്ട് പറയുക, എൻ്റെ പൊന്നു സഹോദര, എനിക്ക് ഇന്ന് പണിയില്ലായിരുന്നു, 10 ദിവസമായിട്ട് ജോലിയില്ലായിരുന്നു, എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്നവിടെ പോയി കടക്കാരനോട് നിങ്ങൾ പോയി നിങ്ങളുടെ ഇല്ലായ്മ പറഞ്ഞാൽ പുള്ളി തരുമോ? മെഡിക്കൽ സ്റ്റോറുകാരൻ പറയും, ഞാൻ ജീവിക്കുന്നത് തന്നെ അങ്ങനെ എങ്ങനെയാ? പുള്ളി തിരിച്ചും പറയും. അയാൾക്ക് വേണ്ടതും നിങ്ങളിൽ വേണ്ടതുമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയാണ്. ദൈവത്തിൻ്റെ ഇരിക്കുന്ന അത്ഭുതത്തെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവം തന്നെ തന്നതാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് കിട്ടിയതല്ല. ഈ കാഴ്ചയില്ലാത്തവർക്ക് എങ്ങനെ കിട്ടി ഈ വിശ്വാസം? ഒന്ന് പറ, കാഴ്ചയില്ലാത്തവർക്ക് എങ്ങനെ കിട്ടി യേശു അത്ഭുതം ചെയ്യുമെന്നുള്ള വിശ്വാസം? കേട്ടു. അപ്പൊ അവർക്ക് ആ മർമ്മം പിടികിട്ടി.
വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നമ്മുടെ അകത്ത് സംശയ വിചാരങ്ങൾ കയറുമ്പോൾ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബ്രദർ. എന്തൊക്കെയോ വല്ലാതെ എന്നെ മാനസികമായി പ്രൊസ് ചെയ്യുന്നു. എൻ്റെ സാഹചര്യങ്ങൾ എന്നെ വല്ലാതെ ബ്രേക്ക് ചെയ്യുന്നു. എന്നെ വല്ലാതെ എന്ത് ചെയ്യുന്നു, യേശു ഉണ്ടോ എന്ന് പോലും ചോദിക്കുന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കണം. കാരണം എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല. ആമേൻ. ഇവിടുത്തെ ചോദ്യം, വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശുവിന് അത് ചെയ്യുവാൻ പറ്റുമോ എന്നാണ് യേശു ആദ്യം ചോദിക്കുന്നത്. ഡു യു ബിലീവ് ഐ ആം ഏബിൾ ടു ഡു ദിസ്? എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവരിങ്ങനെ പറയുവാന്ന് വിചാരിച്ചു, കർത്താവേ എനിക്കറിയത്തില്ല, അവർക്കൊക്കെ ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ യേശു ഒരിക്കലും പറയത്തില്ല അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത്. നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലുണ്ടോ ബ്രദറെ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കും, പക്ഷെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ എന്നൊരു സംശയമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞത്. എനിക്കൊരു സംശയമുണ്ട് ബ്രദർ, എപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ വരിക, എനിക്ക് വേണ്ടി അത് വരുമോ, എനിക്ക് ആ പ്രവൃത്തി ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടാകുന്ന ആരെങ്കിലും ഉണ്ടോ? ചില സമയത്തുണ്ട്. എപ്പോഴും ഉണ്ടോ അതോ ചില സമയത്തുള്ളോ? എന്നാ ഇനി ശ്രദ്ധിച്ചോണം. പിശാചിന് മനസ്സിലായി വിശ്വാസത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് പിശാചിന് എങ്ങനെ മനസ്സിലാകുന്നു? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുടർമാനമായിട്ട് ഇത് വചനം മുന്നോട്ട് പോകത്തുള്ളൂ. കാര്യം കുറച്ച് വചനം കൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ എനിക്കത് നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും അത് കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ കൃപയാൽ. ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, എൻ്റെ ഹസ്ബൻഡിന് എന്നെ ഭയങ്കര സംശയമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര സംശയരോഗമാണ്, എന്നെ ഭയങ്കര സംശയമാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ ഒന്നൊരു കുഴപ്പമില്ല, ഈ കുറച്ച് അടുത്ത നാളുകളായിട്ടാണ് ഇദ്ദേഹത്തിന് എന്നോടൊരു സംശയം. നമ്മൾ പറയത്തില്ലേ സംശയരോഗം എന്നൊക്കെ പറയത്തില്ലേ? ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഇത്രയും നാളും ഇല്ലാത്ത ഈ ഒരു സംശയം, എൻ്റെ ഭർത്താവിന് എന്നെ സംശയം ഉണ്ടെന്ന് ഈ സഹോദരി പറയുന്നത്, ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോവല്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി. ഞാനിപ്പം ലോകത്തില്ലാത്തൊരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും പിടികിട്ടത്തില്ല. നമ്മൾ ചന്ദ്രനിലോ സൂര്യനിലോ നടക്കുന്ന കാര്യമല്ല പറയുന്നത്, നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന കാര്യം. അപ്പം ഈ വൈഫ് ഇങ്ങനെ പറയുകയാണ്, ബ്രദറെ, ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് എന്നെ ഭയങ്കര സംശയമാണ്. അപ്പം ഇങ്ങനെ ഈ ഭാര്യയ്ക്ക് ഇത് തോന്നാൻ എന്തായിരിക്കും ഒരു കാരണം? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എൻ്റെ ഭർത്താവിന് ഇത്രയും വർഷമായിട്ട്, വിവാഹം കഴിച്ചിട്ട് 20 വർഷം കൂട്ടിക്കോ, ഈ 15 വർഷമായിട്ട് അല്ലെങ്കിൽ 18 വർഷമായിട്ട് ഇല്ലാത്ത സംശയം ഈ 2 വർഷമായിട്ടുണ്ട്. അപ്പൊ ഭാര്യയ്ക്ക് എങ്ങനെ മനസ്സിലായി കാണും? ഓക്കെ, പ്രവൃത്തിയിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാനൊരു പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാം. അതായത് സാധാരണ രീതിയിൽ അത്രയും നാളും വൈഫിനെ വിശ്വാസത്തോടെ വിവാഹത്തിന് ശേഷം നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഫാമിലി ലൈഫാണ്. 18 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു, സന്തോഷത്തോടെ പോകുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ 18 വർഷം കഴിഞ്ഞപ്പം ഈ സഹോദരിക്ക് സംശയം തോന്നാൻ കാരണം 18 വർഷം കാണിക്കാത്ത സ്വഭാവത്തിലെ ചില വ്യത്യാസങ്ങൾ. അതായത് പണ്ട് വൈഫ്, ഉദാഹരണമാണ്, വൈഫ് ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കും ആരാ വിളിച്ചത്, ഉടനെ പറയാം എൻ്റെ ആങ്ങളെയാ. ഓക്കെ. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്, സൗകര്യം പറഞ്ഞു വെച്ച് ഞാൻ പറയുകയാണ്, ഇന്ന് അതിങ്ങനെ കിഴിച്ച് ചോദിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചില ഭാവങ്ങൾക്ക് വ്യത്യാസം, ചോദ്യങ്ങളുടെ രീതിക്ക് വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള അപ്രോച്ചുകൾക്ക് ഭയങ്കര വ്യത്യാസം. അപ്പം പുള്ളിക്കാരിക്ക് മനസ്സിലായി, അകത്ത് സംശയം കയറിയപ്പം എന്ത് മനസ്സിലായി? വ്യത്യാസമുണ്ടായി. മനസ്സിലായ വാക്കിൽ, പ്രവൃത്തിയിൽ, നോട്ടത്തിൽ, ചോദ്യത്തിൽ, മുഖഭാവത്തിൽ ഒരു വ്യത്യാസം. ശ്രദ്ധിച്ചോണം. അപ്പം ഇതും ഈ വിശ്വാസവും സംശയവും ഒക്കെ ആയിട്ട് എന്നാ ബന്ധം എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്കകത്ത് വിശ്വാസം വന്നു കഴിഞ്ഞാൽ അയാളുടെ അകത്താണ് ആദ്യത്തെ മാറ്റം, ഹൃദയത്തിൽ. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട്, വിശ്വാസം വന്നെന്ന് അറിയണമെങ്കിൽ നമ്മുടെ അകത്തൊരു സമാധാനം ഉണ്ടാകും, ദൈവിക സമാധാനം. 2, നമ്മുടെ വാക്കുകളിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വരാൻ തുടങ്ങും. നമ്മുടെ നടപ്പിൽ വിശ്വാസത്തിൻ്റെ ഒരു നടത്തം ഉണ്ടാകും. ഹല്ലേലൂയ.
നമ്മളിങ്ങനെ നടക്കുന്ന കാണുമ്പോൾ വലിയ പ്രശ്നത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. അവിടെ വെച്ചായിരിക്കും ഏതൊരു ബ്രദർ സുവിശേഷം പറഞ്ഞപ്പോൾ പറഞ്ഞു, യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇങ്ങനെ കുറെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അകത്തെന്തോ ഒരു ഉറപ്പ്, അകത്തെന്തോ ഒരു പ്രതീക്ഷ, അകത്തെന്തോ ഒരു സമാധാനം. അപ്പോൾ ഒരു ചിരിയൊക്കെ വന്നു. അപ്പൊ നാട്ടുകാരൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു? ഹല്ലേലൂയ. അവർ നിങ്ങൾ പറയും, എനിക്കറിയത്തില്ല, മനസ്സിൻ്റെ അകത്തൊരു ബലം. അങ്ങനെ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ച്. വചനം കേട്ടപ്പോൾ ഒരു ബലവും ധൈര്യവും ഒക്കെ. ആമേൻ. ആമേൻ. ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അകത്ത് വിശ്വാസം വന്നിട്ടുണ്ട്. ഇപ്പൊ പിന്നെയും ഒരു സംശയം, ബ്രദറെ, അത് വരുമ്പോഴും അതിനോടൊപ്പം തന്നെ ഒരു ഭാരം, സംശയം, പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു. പിന്നെയും നമുക്കകത്തൊരു ഒരു 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 ടെൻഷനൊക്കെ പോലെ. ഓർത്തോണം, എപ്പോഴാണോ വിശ്വാസം വന്നത്, ആ വിശ്വാസം വന്ന നിമിഷം തന്നെ പിശാചിന് മനസ്സിലായി നിങ്ങൾ ആ വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ എന്ത് ചെയ്യണം? അവന് നിങ്ങളൊരു തിരമാലയാക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ തിരമാലയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവന്? നിങ്ങളൊരു തിരമാല പോലെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവന്? നമ്മൾ കുറച്ചു മുമ്പേ കേട്ടായിരുന്ന വചനം യാക്കോബിന്റെ ലേഖനത്തിൽ തിരമാലയുടെ പ്രത്യേകത പറഞ്ഞാൽ മതി. തിരമാല ആക്കണമെങ്കിൽ എങ്ങനെയാ തിരമാല ഉണ്ടാകുന്നത്? തിരമാല ഉണ്ടാകുന്നത് ഇങ്ങനെ വാക്യം വായിക്കാം. എന്നാൽ സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചുലയുന്ന തിരമാലയ്ക്ക് സമയം. അപ്പൊ എപ്പോഴാണ് നമ്മളെ തിരമാലയായിത്തീരും? നമ്മള് കാറ്റെന്നുള്ളത് തിരമാല ഇളക്കുന്നതാണ്. പക്ഷെ ഇവിടെ എന്താ ഈ കാറ്റിന് പകരം? നിങ്ങളെ തിരമാല പോലെ ഇളക്കണമെങ്കിൽ യേശു അത് ചെയ്യുമോ ഇല്ലയോ? യേശു അത് ചെയ്യുമോ ഇല്ലയോ? എനിക്ക് വേണ്ടി അത്ഭുതം നടക്കുമോ ഇല്ലയോ? എനിക്ക് വിശ്വാസം ഉണ്ട് ബ്രദറെ. പക്ഷേ എന്ത് കേൾക്കണം? നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടുവരണം? വിശ്വാസം നിങ്ങളെ ഒന്ന് ഒലയ്ക്കണമെങ്കിൽ, ഒരു തിരമാല പോലെ നിങ്ങളെ ഇളക്കണമെങ്കിൽ പിശാചിന് എന്ത് വേണം? ഞാൻ ആ വചനം വായിക്കപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. എന്നാൽ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് ആലയുന്ന തിരമാലയ്ക്ക് സമം. ഇപ്പൊ തിരമാല നിങ്ങളുടെ ഹൃദയമാണ്. കാറ്റ് അപ്പൊ എന്തായിരിക്കും? കാറ്റ് എന്തായിരിക്കും? അയ്യോ, കാറ്റ് വിശ്വാസമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കാറ്റടിച്ചുലയുന്ന സംശയം. ഇവിടെ കാറ്റെന്ന് പറയുന്നത് സംശയമാണ്. നിങ്ങളുടെ വിശ്വാസത്തെ ഒലയ്ക്കണമെങ്കിൽ, ഉറച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഒലയ്ക്കണമെങ്കിൽ കാറ്റടിക്കണം. ഇവിടെ കാറ്റെന്ന് പറയുന്നത് സംശയമാണ്. നമ്മുടെ അകത്തേക്ക് സംശയത്തിന്റെ വിത്തുകളെ അവൻ ഇടാൻ നോക്കും. അപ്പൊ സംശയം വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പയ്യെ ഒലയും. ഞാൻ പറഞ്ഞല്ലോ, മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് എനിക്ക് മരുന്ന് തന്ന് പറയുമ്പോഴേക്കും പുള്ളി ഒരു ബില്ല് എടുത്തു തരും. ആ ബില്ല് അവിടെ വെക്കുമ്പോൾ ആ ബില്ലിന്റെ മുകളിൽ പൈസ വെച്ചില്ലെങ്കിൽ അയാൾ പുറകോട്ട് ആ മരുന്ന് വലിക്കും. കർത്താവിന്റെ പ്രവൃത്തി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങളുടെ അകത്ത് സംശയമാണ് കയറുന്നതെങ്കിൽ ആ പ്രവൃത്തി, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, ഇരുമനസ്സുള്ള മനുഷ്യൻ ദൈവത്തിന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകുന്നു, അവൻ ദൈവത്തിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. അപ്പൊ സൂക്ഷിക്കേണ്ട വിശ്വാസത്തെ. സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. ഭയം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, സംശയം വരുമ്പോൾ, കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോൾ, കർത്താവേ എൻ്റെ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കണം, എൻ്റെ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കണം. എന്താ വിശ്വാസം? ഒന്ന് പറ, എന്താ വിശ്വാസം? തുടക്കം മുതൽ പോവാ, നമ്മൾ പുറകോട്ട് പോവാണ്. 2 കാഴ്ചയില്ലാത്തവരോട് യേശു ചോദിച്ചു. 2 കാഴ്ചയില്ലാത്തവർ അതല്ല. ഈ നമ്മൾ കുരന്മാരുടെ കാഴ്ചയില്ലാത്ത വീട്ടിലോട്ട്, നമ്മൾ അവരുടെ വീട്ടിലോട്ടൊന്ന് ചെല്ലാൻ പോവാ. അവിടെ എന്താണ് വിശ്വാസം? യേശു ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? കിട്ടുമെന്ന ഉറപ്പ്. എന്താണ് വിശ്വാസം? ആ വചനത്തിൽ നിങ്ങൾ കേട്ടത്, ആ വചനത്തിൽ നിങ്ങൾ കേട്ടു. യേശു ഒരു കാര്യം ചോദിച്ചു, അതാ വിശ്വാസം. അത് ചെയ്യുവാൻ അവർക്ക് കഴിവുണ്ടോ? അവർക്ക് കഴിവുണ്ടോ? നമ്മളൊരു ആഗ്രഹിക്കുന്ന ചെയ്തു തരാൻ ദൈവത്തിന്റെ കഴിവുണ്ട്. ആ ദൈവത്തിന്റെ കഴിവിനെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ സംശയിക്കുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? അപ്പൊ വിശ്വാസം എന്നുള്ളത് എന്തുവാണ്? യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. അവർ ചോദിക്കുവാണ്, ഡു യു ബിലീവ് ഐ ആം ഏബിൾ ടു ഡു ദിസ്? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എനിക്കത് ചെയ്യുവാൻ കഴിയുമെന്ന്? ഉത്തരം എന്തായിരുന്നു? യെസ് ലോർഡ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ എന്താ വിശ്വാസം? എന്താ വിശ്വാസം?
വിശ്വാസം എന്നുള്ളത് എപ്പോഴും ഓർത്തോണം, യേശുവിന് ചെയ്യുവാൻ ചെയ്യുവാൻ കഴിയുന്നതാണ് വിശ്വാസം. നിങ്ങളുടെ കയ്യിരിക്കുന്ന വചനം എടുത്ത് ഉയർത്തിപ്പിടിച്ച് യേശു വചനം പറഞ്ഞ കർത്താവിന്റെ തിരുമുറിവിലേക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്തുവാ? എന്നെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിവുണ്ടെന്നല്ലേ അവിടെ പറയുന്നത്? ആണോ അല്ലയോ? എന്റെ അതെ. കടഭാരം കർത്താവായ യേശു ക്രിസ്തു അതെ. സമ്പന്നനായിരുന്നിട്ടും ക്രിസ്തു യേശുവിന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടത് നിങ്ങൾ നിമിത്തം യേശു ക്രിസ്തു ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ദാരിദ്ര്യം യേശു മാറ്റി, യേശുവിന് ഇന്നും അത് മാറ്റുവാൻ കഴിവുണ്ട് എന്ന് എന്നോട് പറയുമല്ലേ ആ വചനം. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. അതെ. യേശു നിങ്ങളുടെ രോഗത്തിന് വേണ്ടിയുള്ള മുറിവേറ്റത് എന്നാണെന്നറിയാവോ? ക്രൂശുമരണത്തിൽ എന്നാ കാൽവരി അത് ക്രൂശിൽ. എവിടെ കുരിശുമരണത്തിൽ വെച്ച എന്നാ രാഹുൽ തമ്മല് സംഭവിച്ചത്? എന്നാ സംഭവിച്ചത്? കർത്താവായ യേശുക്രിസ്തു കാൽവറി മരണം അടിപ്പിണരുകളിൽ എന്നു മരിച്ചു എന്നു മരിച്ചു എന്നു മരിച്ചു എന്നു മരിച്ചു ജനനത്തിനൊക്കെ മുമ്പ് നമ്മളുടെ ജീവൻ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകോട്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചാട്ടവാർ അടിയേറ്റു. വചനം പറയുന്നു ഉഴവ് ചാല് പോലെ യേശുവിന്റെ ശരീരം കീറി എന്നാ പറഞ്ഞേക്കുന്നത്. ഉഴവ് ചാല് പോലെ യേശു മുറിവേറ്റത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക്. നിങ്ങൾക്ക് കാണാം എന്താണ് ഈ വിശ്വാസത്തിന്റെ പവർ. ഞാൻ പറഞ്ഞുതരാം. ദൈവം തന്ന വിശ്വാസത്തിന്റെ പവർ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് യേശു മുറിവേറ്റത്. യേശുവിനെ അടിച്ച പടയാളി മരിച്ചു, അവന്റെ തലമുറ മരിച്ചു. യേശുവിനെ അടിച്ച മുൾക്കിരീടം വെച്ച ഏതെങ്കിലും ഒരു പടയാളിയുടെ പേര് നമുക്ക് അറിയത്തില്ല. യേശുവിനെ മാറി മാറി ചാട്ടവാറ് കൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ച പടയാളിയുടെ ചരിത്രം നമുക്ക് അറിയത്തില്ല. അതെല്ലാം മൺമറഞ്ഞു പോയിട്ടെന്ന് 2000 വർഷം കഴിഞ്ഞു. ഇനി ഓർത്തോണം, യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റ മുറിവിനെ ഇന്ന് 2024 ഞാൻ വലിച്ചെടുക്കുകയാണ്. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് വിശ്വാസത്തിന്റെ പവർ. ഇത് കളയരുത്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രൂശിൽ ചെയ്ത സകല അനുഗ്രഹങ്ങളും ദൈവം എനിക്ക് വിശ്വാസം തന്നു. ആ വിശ്വാസം കൊടുത്ത് ഞാൻ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുകയാണ്. ഇവിടെ എനിക്ക് പുകഴുവാനൊന്നുമില്ല. എനിക്ക് ഈ വിശ്വാസത്തിലൂടെ ഇത് മേടിച്ചു തരുവാൻ കർത്താവ് എനിക്ക് ആദ്യം തരും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, സൂക്ഷിക്കണം. കർത്താവിന് അത് ചെയ്യുവാൻ കഴിയത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ ഇന്നൊക്കെ ഞാൻ പല സ്റ്റാറ്റസുകളും കാണാറുണ്ട്. ചില ആൾക്കാരുടെ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം വന്നു പോകും. അതിങ്ങനെയാണ്, ഒരു പ്രത്യേക രീതിയിൽ, ഒരു ഇമോഷൻ രീതിയിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഇങ്ങനെ അങ്ങ് പറയും, കർത്താവ് നിനക്ക് അത്ഭുതം ചെയ്തില്ലേലും, ദൈവം നിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തില്ലേലും കർത്താവ് നിന്റെ കൂടെയുണ്ട്, കർത്താവിനോട് ചേർന്നിരിക്കാൻ ഒരു BGM ഒക്കെ ഇട്ട്, നമ്മളെ ഇങ്ങനെ കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊരു ഇമോഷൻ ആക്കുന്ന ഒരു BGM ഒക്കെ ഇട്ട്, അതൊക്കെയൊക്കെ നമ്മൾ വെറുതെ ദൈവമേ അത്ഭുതം ചെയ്തില്ലേലും കുഴപ്പമില്ല എൻ്റെ യേശുവേ നമ്മളങ്ങ് വിളിക്കും. അവിടെ യഥാർത്ഥത്തിൽ പിശാചിന്റെ ഒരു ട്രിക്കാണ്. ഞാൻ പറയുന്ന ആളെ വിമർശിക്കുകയൊന്നുമല്ല, ഒരു ട്രിക്കാണ്. ദൈവം അത്ഭുതം ചെയ്യുന്നവൻ, അതിലെ കുറഞ്ഞൊന്നും നിങ്ങൾ പിടിക്കരുത്. അവൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എൻ്റെ ദുഃഖങ്ങളിൽ അവൻ മതിയായവനാണ്. എൻ്റെ പ്രശ്നങ്ങളിൽ അവൻ മതിയായവനാണ്. എൻ്റെ സകല വിഷയത്തെ നേരെയാക്കുവാൻ, എൻ്റെ സകല വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ യേശു മതിയായവനാണ്. അതിന് വിരുദ്ധമായിട്ട് എത്ര BGM ഇട്ടാലും, എത്ര സെന്റിമെന്റ്സിലൂടെ നിങ്ങളോട് കയറാൻ നോക്കിയാലും ആ കേൾവി നിങ്ങളുടെ അകത്തോട്ട് കയറ്റരുത്. ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? സംശയം എങ്ങനെ ഉണ്ടാകുമെന്നറിയാവോ? ദൈവത്തെ പറ്റിയുള്ള വലിപ്പത്തെ കുറച്ച് കാണിക്കും. എത്ര പ്രതിസന്ധി വന്നാലും നമ്മുടെ അകത്ത് എപ്പോഴും കർത്താവ് യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. എപ്പോഴും പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലായി, ബ്രദർ എനിക്കൊരു സങ്കടം വന്നു, എനിക്കിപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ വളരെ അങ്ങ് തകർന്നിരിക്കുക. പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. എന്തിനാ പ്രാർത്ഥന? കാര്യം എനിക്കത് കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് വേണം? പറ. ദൈവപ്രവൃത്തി എനിക്ക് ഉണ്ടാവണമെങ്കിൽ എനിക്ക് എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസം കൊടുത്താണ് എനിക്കത് മേടിക്കുക. അതുകൊണ്ടാണ് യേശു ചോദിച്ചത് ശിഷ്യന്മാരോട്, വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിന്റെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് യേശു ചോദിച്ചു. ഒരു പ്രശ്നം വന്നപ്പോഴാണ് ചോദിച്ചത്. അല്ലാതെ അവരിങ്ങനെ സ്വസ്ഥമായിട്ട് അപ്പമൊക്കെ തിന്ന് യേശുവിന്റെ കൂടെ ചിരിച്ചു കളിച്ചിരുന്നപ്പോൾ ഒരിക്കലും യേശു ചോദിച്ചില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിന്റെ കൂടെ അവർ സന്തോഷിച്ചിരുന്നപ്പം യേശു ചോദിച്ചില്ല, വേർ ഈസ് യുവർ ഫെയ്ത്ത്? യേശുവിൻ്റെ കൂടെ അവർ വളരെ ഹാപ്പി ആയിട്ടിരുന്നപ്പോൾ യേശു ചോദിച്ചില്ല, വേർ ഈസ് യുവർ ഫെയ്ത്ത്? കാറ്റിളകി, കടലിലെ തിരമാല ഇളകി, പടക് തകരുമാറായപ്പോൾ യേശു ചോദിച്ചു, വേർ ഈസ് യുവർ ഫെയ്ത്ത്? വീണ്ടും പറയുന്നു, പരിശോധിക്കണം. നിങ്ങളോട് ഞാൻ പറയുക, പരിശോധിക്കണം. എന്താണ് ഇനി ഞാൻ കണ്ടത്? ഇനി വചനപ്രകാരം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ പ്രകാരം എന്താണ് വിശ്വാസം? ഇത് നമുക്ക് മാറിപ്പോവല്.
എന്താണ്? അതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ആശിക്കുന്നതിന്റെ ഉറപ്പും തുടക്കം പോലെ പറ. വിശ്വാസം എന്നതോ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ പ്രതീക്ഷയും. ആമേൻ. ഷിജി സിസ്റ്ററും സഹിച്ചാനും കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ നമ്മുടെ അവിടെ പ്രാർത്ഥന വെക്കുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ സുവിശേഷം പറഞ്ഞു. ഞാൻ മാത്രമല്ല, നമ്മുടെ സഹോദരന്മാരെല്ലാം വചനം പറയുന്ന സമയത്ത് തലയ്ക്ക് മീതെ ഇപ്പോഴും ഉണ്ടോ ആ ഒരു പോസ്റ്റർ, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ? ഉണ്ട്. അന്ന് ആ വീടിന്റെ ഞങ്ങള് ആ വീട്ടിലെ ചായ്പിലായിരുന്നു സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നതിന് എൻ്റെ തലയ്ക്ക് പുറകിലായിട്ട് ഒരു ചാർട്ട് പേപ്പറിൽ എഴുതി വെച്ചിരുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആ വചനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത്, അന്ന് അവരവിടെ താമസിക്കുന്ന സമയത്ത് ചെറിയ വീടാണ്, പലപ്പോഴും മഴ പെയ്യുമ്പോൾ അത് ചോർന്നൊലിക്കുമായിരുന്നു. സ്വന്തമായിട്ട് ഭവനമില്ല, സ്ഥലം മാത്രമേ ഉള്ളൂ. ആ വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് ആ വചനം തലയ്ക്ക് മീതെ ഇരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ തലയ്ക്ക് മീതെ ഇരിക്കുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും, അടുത്ത വാക്യം അറിയാവോ? കാണാത്ത, ഒന്ന് പതുക്കെ പറയണേ, പതുക്കെ പറഞ്ഞു പറഞ്ഞാൽ നിർത്തി പറ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്ത കാര്യങ്ങൾ, അതിന്റെ അർത്ഥം എന്തുവാ? കാണാത്ത കാര്യം എന്തുവാ? ഈ കാണാത്തെന്ന് പറഞ്ഞാൽ എന്തുവാ? അദൃശ്യമായ, എന്താണ് ഈ കാണാൻ കാണാത്തത്? ആ കാണാത്തതെന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? ഇതുവരെ നിങ്ങൾ ഡിനോസറിനെ നിങ്ങൾ നേരി കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഏകദേശം ഒരു ഫോസിലുകളൊക്കെ കിട്ടിയതിന്റെ പ്രകാരം ആ ഫോസിൽ വെച്ച് ഏകദേശം ഒരു രൂപം ഉണ്ടാക്കി. ഇനി നാളെ ഡിനോസർ നേരിട്ട് വന്നാൽ നമുക്ക് ചിലപ്പോൾ സംശയമാവും, ഞാൻ കണ്ട ഡിനോസർ ഇങ്ങനെയല്ലായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഏകദേശം ഒരു രൂപം വെച്ചിട്ടാണ് ഡിനോസറിന്റെ ഒക്കെ കാണുന്നത്, അല്ലേ? നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്. നമ്മൾ ഡിനോസറിനെ കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ ഇന്ന് കേട്ടതും കണ്ടിരിക്കുന്ന ഫോസിൽ വെച്ച് ആരോ വരച്ചെടുത്ത ഒരു ചിത്രം, ആ ചിത്രം വെച്ച് നമ്മൾ പറയുന്നത് ഡിനോസർ ഉണ്ട്, നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇല്ലാത്തതൊന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുക. അപ്പൊ വിശ്വാസത്തെ പറ്റി പറയുകയാണ്, കാണാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. കാണാത്തൊരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതുവരെ ഞാൻ കാണാത്തൊരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ദിവസങ്ങളിൽ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ആമേൻ. സീന സൗകര്യ ആ വചനം ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നുണ്ട് ഉറപ്പും. ഞാൻ ചോദിച്ചോട്ടെ, ദൈവപ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നുകൂടെ ആമേൻ പറഞ്ഞു. നടന്നിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇതിന്റെ പേരാണ് കാണാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ഉറപ്പ്. ഇതാണ് വിശ്വാസം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ അയൽപക്കത്തെ വീട്ടിൽ യേശുവിനെ അറിയാത്തോട് ചോദിച്ചാൽ അവർ പറയും, സഹോദര പ്രാർത്ഥനയും കൂട്ടായ്മയൊക്കെ നല്ലതാ, പക്ഷെ കുറച്ചും കൂടെ ബുദ്ധിയും പരിജ്ഞാനമൊക്കെ വേണം. അവൻ തിരിച്ചിങ്ങോട്ട് പറയും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, ഞാൻ യേശു പ്രവർത്തിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവൻ പറയുകയാണ് പ്രാർത്ഥനയും പാട്ടും ഒക്കെ നല്ലതാ, പക്ഷെ നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം. ചുമ്മാ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും നടക്കാൻ പോണില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇതിലേതാ ശരി? അവൻ പറയുന്നത് ശരിയാ. കാരണം അവന് മനസ്സിലായി, പാട്ടും പ്രാർത്ഥനയും കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വല്ലതും നടക്കണമെങ്കിൽ മനുഷ്യന് ഭാഗ്യം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. പക്ഷെ ഭാഗ്യമില്ല, ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് പറയുകയാണ്, എനിക്ക് എന്നാന്നറിയത്തില്ല, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നറിയാം. ഇതിൻ്റെ അർത്ഥം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞു. അതായത് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ തന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വാസം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വിശ്വാസം വന്നു കഴിഞ്ഞ് ഞാൻ സംശയരോഗമുള്ള ഭാര്യ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു. സംശയരോഗം വന്നപ്പം ഭാര്യയ്ക്ക് എങ്ങനെ മനസ്സിലായി? ആ പെരുമാറ്റ രീതിയിൽ, ആ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു. വിശ്വാസം വന്നപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം. അതായത് കൂടുതൽ വചനം കേൾക്കുവാനൊരാഗ്രഹം, പ്രാർത്ഥിക്കുവാനൊരാഗ്രഹം, മനസ്സിൻ്റെ അകത്ത് യേശുവുമായിട്ടൊന്ന് അടുക്കാനൊരാഗ്രഹം. ഇതെന്നാ തെളിവെന്നറിയാവോ?
നിങ്ങളുടെ അകത്ത് വിശ്വാസം നിങ്ങളെ ദൈവപ്രവൃത്തിയിലേക്ക് വലിച്ചടിപ്പിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അതുവരെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്രദറെ, എനിക്ക് പണ്ട് ഇത്രയും വിശ്വാസമോ പ്രാർത്ഥിക്കാനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പം എന്തോന്ന് എനിക്കറിയത്തില്ല, വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അകത്തെന്തോ ഒരു പ്രേരണ. അങ്ങനെ പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെ ഒരു പ്രേരണ വന്നവർ? ഉണ്ട്, ഞാനുണ്ട്. സെബി ബ്രദർ പറയുന്നു. കുറച്ചു പേരങ്ങനെ ഉണ്ട്. ആരാ പയ്യെ പറഞ്ഞു ഉണ്ടെന്ന്? ഉണ്ട്. ഉണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് ഇനി ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസം ദൈവപ്രവൃത്തിയിലേക്ക് പയ്യെ ആകർഷിക്കാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പോലും അറിയാതെ ദൈവത്തിലേക്ക് നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസം നിങ്ങളെ പയ്യെ വലിപ്പിടിപ്പിക്കാൻ തുടങ്ങുക. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നറിയാവോ? ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് സംശയത്തിന്റെ വിത്തുകൾ കയറുമ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കാവും. അവിടെ സ്റ്റക്കായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. നിങ്ങളൊരു കാന്തം ആകർഷിക്കുന്ന സമയത്ത് അതിന് നടുവിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ മറ്റോ വല്ലതും കൊണ്ടുവച്ചാൽ, കട്ടിയുള്ള എന്തെങ്കിലും കൊണ്ടുവച്ചാൽ ആ ആകർഷണം അവിടെ സ്റ്റോപ്പായി പോകും. അത്രയും നേരം ആകർഷിച്ചുകൊണ്ടിരുന്ന കാന്തം പയ്യെ സ്റ്റോപ്പായി നിൽക്കും. എപ്പോഴാണ് ആ വസ്തു നടുവിൽ നിന്ന് മാറിപ്പോകുന്നത്, അപ്പോഴെന്തോ സംഭവിക്കുന്നത്? വീണ്ടും ആകർഷണം അടുക്കാൻ തുടങ്ങും. ഈ ദിവസങ്ങളിൽ സംശയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റില് കർത്താവേ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. 2, ആക്ട് ചെയ്യണം. നമ്മൾ വിളിച്ചു പറയണം വചനത്തെ. ഇനി വിളിച്ചു പറയാൻ പറ്റാത്ത ഒരു മൈൻഡ് സെറ്റപ്പിലായിപ്പോയി. ബ്രദർ, എനിക്ക് വചനം പറയാൻ പറ്റുന്നില്ല ബ്രദറെ. അടുത്ത പ്രാർത്ഥന, യേശു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കരുത്. ആദ്യത്തെ പ്രാർത്ഥന, എൻ്റെ വിശ്വാസം ഒന്ന് ഉറപ്പിക്കണം. 2 പ്രാവശ്യം അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി, നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വാസം പറയാൻ തുടങ്ങും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പയ്യെ അത്ഭുതത്തിലേക്ക് അടുപ്പിക്കുവാൻ നിങ്ങൾ പോലും അറിയാതെ ഒരു പ്രേരണ ഉണ്ടാകാൻ തുടങ്ങും. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം നിങ്ങളെ അടുപ്പിക്കുവാൻ തുടങ്ങും. ആമേൻ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനൊരു ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. യാക്കോബിന്റെ ലേഖനം തന്നെയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ ഈ 29-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഇൻസ്റ്റന്റ്ലി മിറക്കിൾ അവിടെ നടന്നു. ഇവിടെ പറഞ്ഞാൽ ക്രിയേറ്റീവ് മിറക്കിൾസ് അവിടെ നടന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഈ കാഴ്ചയില്ലാത്ത വ്യക്തിയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചോണം. നമ്മൾ പലപ്പോഴും റെഡി ആയിട്ട് കർത്താവ് വന്നാൽ നമ്മൾ ചോദിക്കാൻ റെഡിയാണ്, കർത്താവ് എന്താണ് അങ്ങ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാത്തതെന്ന് ചോദിക്കാൻ നിൽക്കുക നമ്മൾ. പക്ഷെ ഇവർ യേശുവിനെ കിട്ടിയപ്പോൾ ആദ്യം പറഞ്ഞ, കർത്താവേ എനിക്ക് കാഴ്ച വേണം. വ്യത്യാസം മനസ്സിലായോ? പലരും ചോദിക്കാൻ നിൽക്കും, എന്തിനാണ് ഈ ജീവിതം? ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഈ വാക്യം പറയാൻ വേണ്ടിയാണ്. ഈ വാക്യമല്ല, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവർ പഠിപ്പില്ലാത്തവരും സാധാരണ മനുഷ്യരും എന്ന് കണ്ട് ആശ്ചര്യപ്പെട്ടു. ഞാൻ ചോദിച്ചോട്ടെ, പഠിപ്പില്ലാത്ത പത്രോസ്, ലീഹ, ഫിലിപ്പോസ്, യോഹന്നാൻ, ഇവരെല്ലാം, ഈ ശിഷ്യന്മാരെല്ലാം പഠിപ്പില്ലാത്തവരെന്നും സാധാരണ മനുഷ്യരെന്ന് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് എന്തില്ല എന്ന് പറഞ്ഞ്? പഠിപ്പുമില്ല, അറിവുമില്ല. അറിവുമില്ല. അപ്പൊ പഠിപ്പുള്ള രാജാക്കന്മാരുടെ മുമ്പിൽ പോയി സുവിശേഷം പറയാൻ നിന്നാൽ പത്രോസ് ലീഹായ്ക്ക് ഒരു ചമ്മൽ ഉണ്ടാകുമോ ഇല്ലയോ? നിങ്ങൾ പറ. ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. മീൻ പിടിച്ച് മാത്രം പരിചയമുള്ള പത്രോസ് ലീഹായ്ക്കും കർത്താവിന്റെ ശിഷ്യന്മാർക്കും ഒരു രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ, വിദ്യാഭ്യാസമുള്ള യോഗ്യനായ വസ്ത്രം ധരിച്ച കിരീടം വെച്ച വലിയ പ്രമാണിയായിരിക്കുന്ന രാജാക്കന്മാരുടെ മുമ്പിൽ പോയി നിൽക്കുവാൻ ഇവർക്കൊരു ഉൾവലിവ് കാണും, അല്ലേ? കോൺഫിഡൻസ് കാണത്തില്ല. എന്തുകൊണ്ടാണ് കർത്താവേ അങ്ങ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്? അങ്ങേക്ക് അറിയാമല്ലോ, അവരവിടെ ചെല്ലുമ്പം അവര് ധൈര്യമെല്ലാം ചോർന്ന് അവര് പിന്മാറി. അവർ തന്നെ പറയും, ഞങ്ങൾ എന്തിനാണ് കർത്താവ് എടുത്തത്? അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. ഞങ്ങളാണെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവരും സാധാരണ മനുഷ്യരും. ബൈബിളിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ പത്രോസ് ലീഹ എവിടെയെങ്കിലും പോയിട്ട് യേശു നിമിത്തം നാണം കെട്ടെന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. പത്രോസ് ലീഹ പറയുക, നാണക്കേടായിപ്പോയി, രാജാവ് എന്നെ കളിയാക്കിയെന്ന് എഴുതി വെച്ചോ? നാണക്കേടായിപ്പോയി, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് എഴുതി വെച്ചോ? ഇല്ല. പകരം വചനം പറയുന്നു, പത്രോസ് ലീഹ പോകുന്ന വഴിയിൽ അവന്റെ നിഴലെങ്കിലും തട്ടേണ്ടതിന് രോഗികൾ നിരന്നു കിടന്നു. ചരിത്രത്തെ തിരിച്ചു മറിച്ച് അവർ എഴുതി.
അതിൻ്റെ കാരണം അവർക്ക് മനസ്സിലായി, എൻ്റെ കർത്താവിന് എന്നെ ഉപയോഗിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതിനവരെന്ത് ചെയ്തു? യേശുവിൽ നിന്ന് കേട്ടതിൽ അവർ ഉറച്ചു. സംശയങ്ങൾ വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു പ്രാർത്ഥനയുണ്ട് അവർ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നിന്റെ പരിശുദ്ധ ദാസനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരോട് പറയേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണം. തളർന്നു പോയപ്പോൾ അവർ പ്രാർത്ഥിച്ചത് എന്നാണെന്നറിയോ? സുവിശേഷം ശക്തമായി പറയുവാൻ കൃപ തരണം, അതായത് ഞങ്ങൾക്ക് അതിനുള്ള ഉറപ്പ് തരണം. ഉടനെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് ഫില്ല് ചെയ്തെന്നാ പറഞ്ഞവരെ. വീണ്ടും അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നവരെ ഫില്ല് ചെയ്തു. അപ്പൊ ഈ ദിവസങ്ങളിൽ വിശ്വാസവും സംശയവും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് മുന്നോട്ട് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ തീർന്നിട്ടില്ല. ഈ വചനങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങൾ വരുമെന്ന് എനിക്കറിയാം. സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം. സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കർത്താവിൽ അത് ക്ലിയർ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ സമയത്ത് എനിക്കറിയാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷം, ബ്രദറെ ഞാൻ എപ്പോഴും അങ്ങനെ വിശ്വാസവും വെക്കുന്നുണ്ട്, ഞാൻ സംശയം പറയുന്നുണ്ട് എന്നൊരു ഭാരമൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. അതെല്ലാം ഈ ദിവസങ്ങളിൽ കർത്താവ് ക്ലിയർ ചെയ്യാൻ പോവുക. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുകയും ദൈവപ്രവൃത്തി നിങ്ങളിൽ ഉണ്ടായി വരാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. എത്ര പേർക്ക് ഉറപ്പുണ്ട് യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു? അവർ മാത്രം ആമേൻ പറഞ്ഞേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. രോഗികളായി ഭാരപ്പെടുന്നവർ, ഞാൻ ഇന്ന് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എൻ്റെ ശരീരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതം ഉണ്ടാകുന്നു? അവരൊന്ന് ആമേൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചാൽ ഒന്ന് കൈവച്ച് ഇനി ശ്രദ്ധിച്ചോണം. കൈ വെക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ പിശാച് വന്നിട്ട് പറയും, നീ വെച്ചാൽ രോഗം സൗഖ്യമാകത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശു പറഞ്ഞ വാക്യതാണ്, എനിക്കത് ചെയ്യുവാൻ കഴിയും എന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അപ്പൊ കൈ വെക്കുമ്പോൾ ഉറപ്പിച്ചോണം, എൻ്റെ കൈയുടെ മിടുക്കല്ല അവിടെ വെളിപ്പെടാൻ പോകുന്നത്, എൻ്റെ മിടുക്കല്ല വെളിപ്പെടാൻ പോകുന്നത്, എൻ്റെ കഴിവോ കുറവോ അല്ല വെളിപ്പെടാൻ പോകുന്നത്. ഹി ഈസ് ഏബിൾ ടു ഡു വാട്ട് എവർ ഹി പ്രോമിസ്. എന്താണോ യേശു പറഞ്ഞിരിക്കുന്നത്. യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ വെച്ചിട്ട് പറയണം, കർത്താവേ, അങ്ങേക്ക് കഴിയും, എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. ഇനി കടഭാരത്താൽ ഭാരപ്പെടുന്നവർ ശ്രദ്ധിച്ചോണം, യേശുവിന് എൻ്റെ ഞെരുക്കത്തെ മാറ്റുവാൻ കഴിയും. ഇന്ന് ഞാൻ വായ്പ മേടിക്കുന്നവനാണ്, പക്ഷെ ഇന്നു മുതൽ ഞാൻ കൊടുക്കുന്നവനായി തീരാൻ പോവുകയാണ്. കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ, സ്വന്തമായി സമാധാനവും സ്വസ്ഥതയില്ലെങ്കിൽ, യേശുവേ, എനിക്ക് സമാധാനത്തെ തരുവാൻ കർത്താവിന് കഴിയും. നമ്മൾ ഈ വിശ്വാസവും തീർന്നിട്ടില്ല, തുടർച്ചയായിട്ട് ഇനിയും കേൾക്കാൻ പോവാണ്. ഇപ്പോഴും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഇവിടെ കൊണ്ട് തൃപ്തരാകരുത്. എല്ലാവരും ഒന്ന് കൈവച്ച്, എല്ലാവരും സ്വന്തമായിട്ട് കൈവച്ച് പ്രാർത്ഥിച്ച്. യേശുവേ, നന്ദി കർത്താവേ, ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർ, പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോവുക. പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പോവുക. പുതിയ അവയവങ്ങൾ എനിക്ക് അങ്ങനെ തന്നെ പറഞ്ഞു. പുതിയ അവയവങ്ങൾ, കേടായതിനെ മരുന്ന് കൊടുത്ത് നന്നാക്കുന്ന പരിപാടി യേശുവിനില്ല. പുതിയത് സൃഷ്ടിക്കപ്പെടും. കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് പുതിയ കണ്ണ് യേശു കൊടുത്തെങ്കിൽ, ഇന്ന് ഈ വചനം നമ്മൾ കേട്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആ കണ്ണ് റിപ്പയർ ചെയ്ത് യേശു കൊടുത്തില്ല. ഇന്ന് യേശു പറയുകയാണ്, എന്നാൽ ഒരു കണ്ണാടി ഞാൻ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ 2 തുള്ളി മരുന്ന് ഞാൻ ഒഴിച്ചു തരാം എന്നല്ല യേശു പറഞ്ഞത്. കാഴ്ച പ്രാപിച്ചു. അവിടെ കണ്ണാടി വെച്ചില്ല, മരുന്ന് ഒഴിച്ചില്ല, പകരം അവർ പുതിയ കണ്ണുകൾ ഉണ്ടായി വന്നെങ്കിൽ പുതിയ അവയവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി വരും. ഒന്ന് പൊട്ടനെ പോലെ വിശ്വസിച്ച്. കളിയാക്കുന്നവൻ കളിയാക്കട്ടെ, ഇത് കേൾക്കുമ്പോൾ കളിയാക്കുന്നവൻ കളിയാക്കട്ടെ. അവനെ നോക്കല്ല, അവൻ പിശാചിന്റെ ആത്മാവുള്ളവനാണ്. ദൈവപ്രവൃത്തി കാണുമ്പോൾ കളിയാക്കുന്നവൻ, വിമർശിക്കുന്നവൻ ദുരാത്മാവാണ്, പൈശാചിക ആത്മാവുള്ളവനാണ്. അവനെ മൈൻഡ് ചെയ്യരുത്, അവൻ പറയുന്നത് കേൾക്കരുത്. യേശു പറയുന്നത് കേട്ടെ. യേശു എനിക്ക് വേണ്ടി ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം ക്രിയേറ്റീവ്, ഇൻസ്റ്റന്റ്ലി മിറക്കിൾ, ഇപ്പോൾ തന്നെ സൃഷ്ടിക്കുന്ന അത്ഭുതം, ക്രിയേറ്റീവ് മിറക്കിൾ ഇപ്പോൾ സംഭവിക്കുക. സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുകയാണ്, തകർച്ചകൾ മാറുകയാണ്. ഇപ്പോൾ ഈ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച്, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവനെന്നെ കൈവിടത്തില്ല, അവനെന്നെ ഉപേക്ഷിക്കത്തില്ല, അവനെന്നോട് വാക്ക് മാറത്തില്ല, എന്നോടവൻ കള്ളം പറയത്തില്ല. യേശു വാക്ക് മാറാത്തവൻ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത്ഭുതങ്ങൾക്ക് നന്ദി, അത്ഭുതങ്ങൾക്ക് നന്ദി, അത്ഭുതങ്ങൾക്ക് നന്ദി. അസാധാരണമായ സാമ്പത്തികമായിട്ട് ആ ATM ഒക്കെ ഉയർത്തിപ്പിടിച്ച പേഴ്സ് പോക്കറ്റിലൂടെ കൈയിട്ട് പറ, ഇതിൽ നിന്ന് ഞാൻ വാരി വിതറി കൊടുക്കാൻ പോവുക. ഞെരുക്കത്തിലല്ല, ഞാൻ യേശുവിൻ്റെ വിശാലതയിൽ വിശ്വസിക്കുന്നു, സമ്പന്നതയിൽ വിശ്വസിക്കുന്നു, സൗഖ്യത്തിൽ വിശ്വസിക്കുന്നു, സമാധാനത്തിൽ വിശ്വസിക്കുന്നു, സന്തോഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനാൽ അനുഗ്രഹമാണ്, ഞാൻ സാക്ഷിയാണ്. നന്ദി കർത്താവേ,
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഞാൻ ചോദിക്കും, ഈ വചനത്തിന്റെ റിപ്പീറ്റ് ഞാൻ ചോദിക്കും. നിങ്ങൾക്ക് തുടക്കത്ത് മുതൽ ഞാൻ ചോദിക്കും, ആരുടെ ഉള്ളിൽ ഈ വിശ്വാസം വന്നിട്ടുണ്ടോ അവർക്കെല്ലാം ഉത്തരം പറയാൻ പറ്റും. ഞാൻ ചോദിക്കും. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയമെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കർത്താവ് അതിന്റെ മേൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, സമയം മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം, എങ്കിലും സാക്ഷ്യം പറയാതെ പോകരുത്. ചുരുക്കം വാക്കുകളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, സാക്ഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം സൗകര്യം പറയാൻ വേണ്ടിയാണോ? പറഞ്ഞു. പിന്നെ ബ്രദറെ, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഴ്ച വീണായിരുന്നു. ആ വീഴ്ചയിൽ എൻ്റെ ഈ ഒരു വശത്തും ശരീരം മൊത്തം വേദനയായിരുന്നു. ഇപ്പം ബ്രദർ പറഞ്ഞല്ലോ, അവനവന്റെ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. ഇത് അത്ഭുതമാണ്. ഞാനിപ്പം എനിക്ക് നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഞാനിപ്പം ബ്രദർ പറഞ്ഞ ആ സമയത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വേദനയെ പൂർണ്ണമായിട്ടും എനിക്ക് ദൈവം മാറ്റി തന്നു. പൂർണ്ണമായിട്ടും മാറ്റി തന്നു. ഇപ്പൊ എനിക്ക് ഇരിക്കാനും നിൽക്കാൻ മേലെ പറ്റുമായിരുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. എന്ത് പറ്റിയായിരുന്നു വീഴ്ച നിമിത്തം? എത്ര ദിവസമായിരുന്നില്ല ആന്റി? ഒരു പട്ടിയെ ഓടിച്ച് അങ്ങനെ ഞാൻ മറിഞ്ഞു വീണ് എനിക്ക് കയ്യും കാലും അനക്കാൻ ഒരു ബുദ്ധിമുട്ടുകയായിരുന്നു. എത്ര ദിവസം? പക്ഷെ ഇപ്പം പറഞ്ഞു. ഹലോ, എത്ര ദിവസമായിട്ട് വേദനയായിരുന്നു ആന്റി? രണ്ടാഴ്ചയായി. നിങ്ങൾ ശ്രദ്ധിച്ച്, സാക്ഷി ശ്രദ്ധിച്ച് നോക്കിയ 2 ആഴ്ചയായിട്ട് ഇപ്പൊ പറഞ്ഞതുപോലെ പട്ടി ഓടിച്ചു മറിഞ്ഞു വീണ് ഒരു വശം മുഴുവൻ വേദനയാൽ ഭാരപ്പെട്ട് 2 ആഴ്ചയായിട്ട് വേദന ഭാരപ്പെട്ട് ഇന്ന് പ്രാർത്ഥനയിൽ ഞാൻ വേറെ ശ്രദ്ധിച്ചോണം, സ്വന്തം കൈയെടുത്ത് വെച്ചു. പ്രാർത്ഥനയിൽ യേശു തൊട്ട് ഇപ്പൊ നടക്കാനും പറ്റും, ഇടിക്കാനും പറ്റും അല്ലേ? എനിക്ക് കിടക്കാനൊക്കത്തില്ല, ഇരിക്കാനൊക്കത്തില്ല, ഒന്നും ഒക്കത്തില്ലായിരുന്നു. ഞാൻ നിൽക്കാൻ പോലും ഈ സാക്ഷ്യം കേട്ടിട്ട് ആരൊക്കെ ആമേൻ പറയും? ആരൊക്കെ ഹല്ലേലൂയ പറയും സാക്ഷ്യം കേട്ടിട്ട്? കേട്ട വചനത്തെ യേശു ഉറപ്പിച്ചു തന്നിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ദൈവപ്രവൃത്തി കേൾക്കുമ്പോൾ ചാടി പിടിച്ചോണം. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 2 ആഴ്ചയായിട്ട് ഒരു വശത്ത് മുഴുവനും വീഴ്ച നിമിത്തമുണ്ടായ വേദന. ചിലപ്പോൾ അത് ചതയാം, മറ്റെന്തെങ്കിലും ആകാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇന്ന് ഈ നിമിഷം അതിന് പറഞ്ഞു കേട്ടില്ല, എണീക്കാനും വയ്യ, നടക്കാനും വയ്യ, നിൽക്കാനും പറ്റത്തില്ല. പക്ഷെ ഈ നിമിഷം അത് പൂർണ്ണമായി, കുഴപ്പമില്ലെന്നല്ല പറഞ്ഞത്, പൂർണ്ണമായി യേശു തൊട്ടു. ക്രിയേറ്റീവ് ഇൻസ്റ്റന്റ്ലി മിറക്കിൾസ് കർത്താവ് ചെയ്തു. നന്ദി കർത്താവ്, അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി. അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. എനിക്കറിയാം ഒത്തിരി സാക്ഷ്യങ്ങൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ വാട്സാപ്പിൽ വന്നവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സൂമിൽ വന്ന് സാക്ഷ്യം പറയണം. അതുകൊണ്ട് സാക്ഷി നിങ്ങൾ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കുന്നു. മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ? മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും സൗണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ, മൈക്ക് ഓഫ് ചെയ്താട്ടെ. യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വിശ്വാസം മറക്കരുത്. എൻ്റെ കരത്തിലൂടെ യേശു പ്രവർത്തിക്കും. എൻ്റെ കൂടെ പറഞ്ഞിട്ട്, എൻ്റെ കരത്തിലൂടെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയും. ഇന്ന് നമ്മൾ കണ്ടു കേട്ടോ, ഇന്ന് നമ്മൾ കേട്ടു. അതിനെ ഉറപ്പിക്കുന്ന സാക്ഷ്യം നമ്മൾ കേട്ടു. അതുകൊണ്ട് ഈ ദിവസം കൈവച്ചോണം. ഞാൻ അനേകർക്ക് മേൽ കൈവച്ചോണം. എൻ്റെ കരത്തിലൂടെ യേശു പ്രവർത്തിക്കും. ബൈബിൾ അങ്ങനെ പറയുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ഇന്ന് ഫേസ്ബുക്കിൽ എന്നെ കാണുന്ന, ലൈവിൽ കാണുന്നതോടെ ഞാൻ പറയുന്നു, വിശ്വാസ പ്രഖ്യാപനം യേശു എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് വചനം ചേർത്ത് അത് പറയുക. ഇപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അത് ഓഫായി പോകും. ഞാൻ ഫേസ്ബുക്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. വിശ്വാസ പ്രഖ്യാപനങ്ങൾ സൂമിൽ കാണുന്നവരും ഫേസ്ബുക്കിൽ കാണുന്നവരും യൂട്യൂബിൽ കാണുന്നവരും ഏറ്റു പറയണം. കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത് വരികയാണ്, അത് സംഭവിക്കുകയാണ്. തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്, ഈ നിമിഷം തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്